ഹായ് നമസ്കാരം. ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു പലഹാരം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതെന്ത് പലഹാരമാണെന്നോ, ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ സ്കൂളൊക്കെ വിട്ട് വൈകുന്നേരം വന്നു കഴിയുമ്പോഴേക്ക് അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അമ്മമാരുടെ കൈവിരൽപ്പാടുകൾ പതിഞ്ഞ പലഹാരം. ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ വൈകുന്നേരം സ്കൂളും വിട്ട് വന്നു കഴിയുമ്പോൾ ഓരോരോ വീടുകളിൽ കയറി ഇറങ്ങി കിടക്കും. അപ്പോൾ എല്ലാ വീടുകളിലും മിക്ക ദിവസവും ഈ വൈകുന്നേരം ഈ അമ്മമാരുടെ കൈവിരൽപ്പാട് പതിഞ്ഞ പലഹാരമായിരിക്കും കേട്ടോ. ഇത് കഴിക്കാത്തവർ ചുരുക്കമായിരിക്കുള്ളൂ. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടിയും പിന്നെ കുറച്ച് തേങ്ങാപ്പീരയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അല്പം വെള്ളവും പിന്നെ മധുരത്തിന് ആവശ്യമുള്ള അത്രയും ശർക്കര നീരും കൂടി ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ട് അതിനകത്തുനിന്ന് ഓരോ പിടിയാക്കി എടുത്തിട്ട് കൈവിരലിൻ്റെ പാട് കണ്ടോ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ പഴയ കാലമൊക്കെ ഓർമ്മ വന്നു. എന്തായാലും ആ നൊസ്റ്റാൾജിക് പിടി ഞാനും ഉണ്ടാക്കി. ഞാനിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ പേരക്കയുടെ നല്ല സ്മെല്ല് കേട്ടോ. പേര നോക്കുക, പഴുത്തതിൻ്റെ നല്ല സ്മെല്ല്. ഈ പേരമരമൊക്കെ ഉണ്ടല്ലോ, ഞാൻ വഴിയരികിൽ ആൾക്കാരൊക്കെ വിൽക്കുന്ന പേരക്ക ഇല്ലേ, അത് വാങ്ങിച്ച് കഴിച്ചിട്ട് അതിൻ്റെ കുരു നട്ടിട്ടുണ്ടായ പേരക്ക മരമാണ് കേട്ടോ ഇതെല്ലാം. നമ്മുടെ വീടിന് ചുറ്റുമുള്ളതൊക്കെ കണ്ടോ, ഇത്രയും വലിയ പേരക്കയാണ്. അപ്പോൾ നല്ലപോലെ പഴുത്തിട്ടുണ്ട്. സ്മെല്ല് കേട്ടാണ് പേരക്ക പറിക്കാൻ വന്നത് കേട്ടോ. പിന്നെ ഇന്നൊരു സിനിമക്ക് പോയായിരുന്നു കേട്ടോ ചങ്ങനാശ്ശേരിയിൽ. അപ്പോൾ അവിടെ ഒരു കാഴ്ച കണ്ടായിരുന്നു. ഇത് കണ്ടോ, പോപ്കോൺ ഉണ്ടാക്കുന്ന മെഷീനാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹണി പോപ്കോൺ, വെറൈറ്റി പോപ്കോണൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴുണ്ടല്ലോ, ഒരു ചെറുക്കൻ ഒറ്റ വീലിൽ യാത്ര ചെയ്യുന്നു. അപ്പം ഞങ്ങൾ ഈ ചെറുക്കനോട് ചോദിച്ചു, എവിടെ നിന്ന് വരുവാണ്, എന്താണ് ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ ഒരു പ്രോഗ്രാമാണ്, ഓൾ കേരള എന്തോ ഒരു സംഭവമാണിത്. അപ്പോൾ ആ ചെറുക്കനുണ്ടല്ലോ, അവിടെ നിന്ന് പാറശാലയിൽ നിന്ന് കോഴിക്കോട് പോയിട്ട് കോഴിക്കോടുനിന്ന് പാറശാല തിരുവനന്തപുരത്തിന് പോവുക തിരിച്ച്. അപ്പോൾ ആ ചെറുക്കനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ചെറുക്കൻ തിരുവനന്തപുരം വരെ ഈ ഒറ്റ വീലിൽ സൈക്കിളും ചവിട്ടി പോകുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.